ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അനിലയാണ്. അനില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇന്നലത്തെ ഒരു മാർക്കറ്റിൻ്റെ ഹാൻഡ് ഓവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പയറി ദിനത്തിൽ വലിയ രീതിയിലുള്ള വോളറ്റിലിറ്റിയാണ് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി 150-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ 0.5% കൂടുതൽ ഇടിവിൽ നിഫ്റ്റി 50 ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,907 എന്നുള്ള ഒരു ഡേ ലോ ആണ് നിഫ്റ്റി 50 ഈ ഒരു മിനിറ്റിൽ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പെർഫോമൻസിൽ ഒരു അല്പം നേരിയ റിക്കവറി നമുക്ക് കാണുന്നുണ്ട്. ഒരു 95 പോയിന്റുകളുടെ ഇടിവിലേക്ക് നിഫ്റ്റി 50 എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇൻഡെക്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ IT ആയിരുന്നു ഇന്നലെ ഏറ്റവും അധികം സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട സൂചികയിലെ ഓഹരികളിലൊക്കെ തന്നെ ആ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഏതായാലും മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ പെർഫോമൻസിലേക്ക് വന്നാൽ ഒരല്പം ബെയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് കാണുന്നത്. നേട്ടം രേഖപ്പെടുത്തുന്ന പേരിനെങ്കിലും ഒരല്പം നേട്ടം രേഖപ്പെടുത്തുന്നത് ഫാർമ, ഹെൽത്ത് കെയർ, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക് ഇൻഡെക്സുകളാണ്. അതിൽ മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ ഹാൻഡ് ഓവേഴ്സാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? ജാസ്മിൻ, ഇന്നിപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടായിരുന്നു വന്നത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ നോക്കുമ്പോൾ വളരെ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ആയിരുന്നു വന്നത്. പക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ന് കാര്യങ്ങൾ അല്പം കൂടി ഒരു ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ US-നെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും US മാർക്കറ്റ് പ്രത്യേകിച്ചും S&P 500-ഉം നാസ്ഡാക്കും ഒക്കെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടത്. നമ്മളുടേതിനെ പോലെ തന്നെ അവർക്കും അവിടെ, അതായത് US-ലും ഇപ്പോൾ ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് അല്ലെങ്കിൽ റിസൾട്ട് സീസണാണ് ആരംഭിച്ചിരിക്കുന്നത്. ആൽഫബറ്റ്, ഗൂഗിളിൻ്റെ പേരന്റ് കമ്പനി ആൽഫബറ്റ് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് വാൾ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മറികടന്നുള്ള നമ്പേഴ്സാണ് വാൾ സ്ട്രീറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഓഹരിയുടെ മാഗ്നിഫിഷ്യൻറ്റ് 7 ഉൾപ്പെട്ട ഓഹരിയാണ്. സ്വാഭാവികമായിട്ടും ആൽഫബറ്റ്സിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് ഓവറോൾ അമേരിക്കയുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിലേക്ക് നയിക്കും. അത് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ടെക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്നത് നാസ്ഡാക്കിലും S&P 500-ലൊക്കെ ഈ രണ്ട് സെക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് സൂചികൾ തന്നെയാണ് ഇന്നലെ ഓൾ ടൈം ഹൈയിലേക്കും എത്തിയിരുന്നത്. ഇനി അതിനോടൊപ്പം ടെസ്ലയുടെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു. ടെസ്ലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ടെസ്ലയുടെ റിസൾട്ടിനെ അത്ര അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷൻ ഒത്തുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അവരുടെ റവന്യൂലടക്കം ഇയർ ഓൺ ഇയർ ബേസിലാണെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിലാണെങ്കിലും ഒരു ഇടിവായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെസ്ലയുടെ ഓഹരികൾ ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്നലെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി ഡൗ ജോൺസ് ഇന്നലെ ഒരു മിക്സഡ് പെർഫോമൻസ്, അതായത് നാസ്ഡാക്കും S&P ഒക്കെ ഒരു ഹൈപ്പിലേക്ക് കയറിയപ്പോൾ ഡൗ ജോൺസ് നമുക്കൊരു ഇടിവായിരുന്നു കണ്ടത്. ഡൗ ജോൺസിൻ്റെ ആ ഒരു ഇടിവിന് ഒരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ അനലിസ്റ്റുകൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് IBM-ൻ്റെ ഉണ്ടായ ഓഹരികളിലുണ്ടായ ഇടിവാണ്. ഇൻട്രാഡേയിൽ ഓൾമോസ്റ്റ് ഒരു 7% മുകളിൽ ഇടിവാണ് IBM ഓഹരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. IBM-ൻ്റെ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ റവന്യൂ എസ്റ്റിമേഷനെ മീറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് വാൾ സ്ട്രീറ്റിനെ ഇന്നലെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി യൂറോപ്പിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ US-നോടൊപ്പം തന്നെ നമുക്ക് ഇന്നലെ പറയുന്നത് വളരെ രസകരമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ട്രംപും പവലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം വളരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ കുട്ടികൾ നിന്നിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നൊരു തല്ലുപിടിക്കുന്ന ഒരു ഫീലായിരുന്നു വന്നത്. കാരണം പവലിൻ്റെ ഒരു ഫെഡറൽ റിസർവിൻ്റെ അവിടുത്തെ ഒരു റിനോവേഷൻ പരിപാടികൾ അല്ലെങ്കിൽ റിനോവേഷൻ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ ട്രംപ് ഫെഡിൻ്റെ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നടന്ന കണക്കുകൾ, അതായത് പേപ്പർ എടുത്ത് നീട്ടുന്നു, ഇതാണ് കണക്ക്. അപ്പോൾ ജെറോം പോലും ചോദിക്കുന്നില്ല, ഇതല്ലല്ലോ നമ്പേഴ്സ്, ഇതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും വളരെ ബാലിശമായ തരത്തിൽ മീഡിയയുടെ മുന്നിൽ ഇന്നലെ ജെറോം പവലും അതിനോടൊപ്പം തന്നെ ട്രംപും ഒരു പ്ലേ തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്തരത്തിലൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് പവലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വീക്കിൽ സൂരജ് സാറൊക്കെ ഇരുന്നപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഇന്റേണൽ ഇഷ്യൂ ആണ്. അതായത് പവലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം, ഈ ഒരു ഫെഡിൻ്റെ നിരക്ക് കുറയ്ക്കണമെന്ന് അടക്കമുള്ള ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പവലിനെ മാറ്റണ്ട, പകരം ഈ ഒരു നിരക്ക് കുറച്ചാൽ മതി എന്നുള്ളത്. 30-ാം തീയതിയാണ് ഇപ്പോൾ FOMC യോഗ തീരുമാനങ്ങൾ വരാനിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ആ ഒരു എങ്ങനെ ആയിരിക്കും ഇനിയിപ്പോൾ ഫെഡ് തീരുമാനമെടുക്കൊരു സ്റ്റാറ്റസ് കോ തുടരുമോ, ഹൈ ലെവൽ തന്നെ തുടരുമോ, അതോ ഈ ഒരു ട്രംപിൻ്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നതൊക്കെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റും എക്സ്പേർട്സും ഒക്കെ ഉറ്റുനോക്കുന്നത്. ഇനി യൂറോപ്പിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ECB യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നിരക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസ് കോ തൽസ്ഥിതി തന്നെയാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്.
2% തന്നെയാണ് നിലനിർത്തിയിരുന്നത്. അവിടെയും ഒരു കൺസേൺ ആയിട്ട് ECB പ്രസിഡന്റ് ലഗാർഡെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയോടുകൂടി യൂറോപ്യൻ യൂണിയനുമായിട്ട് എഗ്രിമെന്റിലേക്ക് എത്തും, അതിനെ സംബന്ധിച്ച ഡിക്ലറേഷൻ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഓവർനൈറ്റിൽ അത്തരത്തിൽ അപ്ഡേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു അൺസർട്ടനിറ്റി കാരണം US-നെ സംബന്ധിച്ചിട്ട്, പക്ഷെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജപ്പാനുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉടനെ സാധ്യമാകില്ല എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയനായിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടൊരു എഗ്രിമെന്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജപ്പാനുമായിട്ട് ട്രേഡ് ഡീലിൽ എത്തിയിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനായിട്ട് നിലവിൽ ഒരു ട്രേഡ് ഡീലിലേക്ക് എത്താൻ US-ന് സാധിച്ചിട്ടില്ല. ആ ഒരു അൺസർട്ടനിറ്റി കണക്കിലെടുത്ത് അതാണ് പ്രൈം റീസൺ ആയിട്ട് ആ ഒരു സ്റ്റാറ്റസ് കോ നിലപാട് തുടരാനായിട്ട് ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡെ പറഞ്ഞൊരു കാരണമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇന്നലെ അതിനോടൊപ്പം തന്നെ ഡാക്സ് അടക്കമുള്ള സൂചികളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഫ്രാൻസിൻ്റെ സൂചികയിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കണ്ടത്. ഓൾമോസ്റ്റ് ഒരു 2% ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പൊതുവേ മിക്സഡായിട്ടൊരു പെർഫോമൻസ് ആണ് കാണുന്നത്. ഏഷ്യൻ വിപണികളിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ജപ്പാനും US-ഉമായിട്ടോ ട്രേഡിൽ എത്തുന്നൊരു മാസീവ് റാലി നമുക്ക് ജപ്പാൻ അടക്കമുള്ള വിപണികൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ചുരുക്കത്തിൽ ബിയാസിൻ്റെ ഒരു ഡൊമിനൻസ് ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിലും നമുക്ക് US മാർക്കറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഏതായാലും നമുക്ക് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ഗതി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം 1% ഒരു ഇടിവിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ലെവൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 എന്നുള്ള ഒരു നിലവാരത്തിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 24,907 എന്നുള്ളൊരു ഡേ ലോ കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഒരു നേരിയ തോതിലെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അനില, നമ്മൾ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ-UK ട്രേഡ് ഡീൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഒരു ഉഭയകക്ഷി ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നെഗോസിയേഷൻസിനും ശേഷമാണ് ഈ ഒരു ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബെനിഫിഷ്യറി ആകുന്ന ചില മേഖലകളുണ്ട്. ആ ഒരു മേഖലകൾ കൂടി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിശോധിക്കാം. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ്, ഫുഡ് വെയർസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, വെഹിക്കിൾ പാർട്സ്, അതോടൊപ്പം തന്നെ സീ ഫുഡ്, കോഫി, ടീ, സ്പൈസസ് എന്നിവയ്ക്കാണ് ബ്രിട്ടനിൽ പൂർണ്ണമായും ഒരു നികുതി ഒഴിവാക്കുക എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓൾമോസ്റ്റ് 19% ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളിലും ഡ്യൂട്ടി ഫ്രീ ആകും എന്നാണ് ഈ ഒരു കരാറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നാണ് പ്രേക്ഷകർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സ്വാഭാവികമായും നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പെർഫോമൻസ് ഈ വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വില കുറയുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സ്കോച്ച് വിസ്കി, ഇലക്ട്രിക് വെഹിക്കിൾസ്, ചോക്ലേറ്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട UK ഇറക്കുമതികൾക്ക് ഇന്ത്യയിൽ ഇനി വില കുറയും എന്നാണ് ഈ ഒരു കരാറിന്മേൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിൽ എസ്പെഷ്യലി സ്കോച്ച് വിസ്കിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കുമതി താരിഫ് 150% നിന്ന് 75% കുറയാൻ പോകുന്നത്. മാത്രമല്ല അടുത്ത ഒരു 10 years കൊണ്ട്, ഒരു 10 വർഷത്തിനുള്ളിൽ ഈ 75% എന്നുള്ളത് വീണ്ടും ഒരു 40% കുറയ്ക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഡീൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഗെയിൻ ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 110% നിന്നും 10% തീരുവ കുറയ്ക്കുന്നത്. ബ്യൂട്ടി പ്രോഡക്ട്സ്, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, സാൽമൺ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മെഡിക്കൽ ഡിവൈസസ് എന്നിവയും ഇനി കൂടുതൽ അഫോർഡബിൾ ആയിട്ട്, അതായത് താങ്ങാനാകുന്ന വിലയിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇന്ത്യ-UK ട്രേഡ് ഡീല് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മളതിൻ്റെ ധാരണയിലേക്ക് എത്തുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നു, നെഗോസിയേഷൻസ് നടക്കുന്നു. അങ്ങനെ ഒടുവിൽ ഈ പറഞ്ഞ 4 വർഷത്തിന് ശേഷം ഇന്ത്യ-UK എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ, 2 നേഷൻസ് ആ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു, കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ ഈ ഒരു കരാർ പരിശോധിക്കുമ്പോഴേക്കും പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേക്കും എല്ലാം ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ഒരു ഫ്രീ ട്രേഡ് ആണെങ്കിൽ പോലും ഇത് ശരിക്കും ഇൻടാക്റ്റ്, അതായത് എഫക്റ്റീവ് ആവണമെങ്കിൽ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ്, അതായത് നിലവിലത്തെ ഈ എല്ലാ ഗുഡ്സിനും എക്സംഷൻ കിട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 വർഷം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒറ്റയടിക്കല്ല ഈ താരിഫുകൾ ഒന്നും തന്നെ ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ EVയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് 2030 ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് ഇറക്കുമതി
ഇറക്കുമതി ചെയ്യുന്ന EV വാഹനങ്ങളുടെ മേലുള്ള നികുതി കുറയ്ക്കുകയുള്ളൂ. പ്ലസ് അത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കൺസെഷൻ വന്നിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഉയർന്ന വിലയിലുള്ള EV വാഹനങ്ങൾക്കാണ്. അല്ല, എല്ലാ EV വാഹനങ്ങൾക്കും അല്ല പറഞ്ഞിരിക്കുന്നത്, ഉയർന്ന വിലയിലുള്ള EV വാഹനങ്ങൾക്കാണ് ഈ ഒരു കൺസെഷൻ ബാധകമാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ICE വെഹിക്കിൾസിനും ഒരു കൺസെഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് സെക്ടേഴ്സ് എടുത്തു പറയേണ്ടുന്നത് ഈ ഒരു നേരത്തെ ഇപ്പോൾ ഒരു പക്ഷേ നമുക്കത്ര പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പലർക്കും പ്രിയപ്പെട്ട ഒരു സെക്ടറാണ് ആൽക്കോബവ് എന്ന് പറയുന്നത്. കാരണം വളരെ ഈ ഒരു FTA ആരംഭിച്ച ഈ ഒരു FTA ചർച്ചകൾ ഒരു ഏകദേശം മാർച്ചോട് കൂടിയാണ് ട്രേഡ് അഗ്രിമെന്റിലേക്ക് എത്തുന്ന അടക്കമുള്ള പോസിറ്റീവ് അപ്ഡേഷൻസ് ഒക്കെ വന്നു. അന്ന് മുതൽ എല്ലാ നിക്ഷേപകരും ഏറെ ഉറ്റുനോക്കിയിരുന്നത് ഈ ഒരു ആൽക്കോബവ് സെക്ടറിനെ സംബന്ധിച്ചായിരുന്നു. കാരണം ആൽക്കോബവിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഇപ്പോൾ ഒരു നമ്മളാരും ഇവിടെ ഒരു ആൽക്കഹോളിനെ കൺസംഷനെ പോസിറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നിലവിലത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഈ ഒരു വിസ്കിക്കും സ്കോച്ച് വിസ്കിക്കും 3% താരിഫ് കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും വലിയ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആൽക്കോബവ് വ്യവസായത്തിൻ്റെ നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ പ്രീമൈസേഷൻ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കാണ്, അതായത് ലോക്കൽ ബ്രാൻഡുകളെക്കാൾ ഉപരി ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വലിയ തോതിൽ പ്രീമിയസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബിവറേജസ് ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്നു. അതിൻ്റെ മാർക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ വലിയ തോതിൽ വർദ്ധിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ GDPയുടെ 2% കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു മേഖലയായിട്ട് ആൽക്കോബവ് മാറിയിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോഴേക്കും എടുത്തു പറയേണ്ടുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ സാധ്യതയുള്ള കമ്പനികളെന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ മാറാൻ സാധ്യതയുള്ളത് ഈ ഒരു ബെവറേജസ് വിൽക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോൾ ക്യാൻ ബെവറേജസ് സെഗ്മെന്റ് ഉൾപ്പെട്ട കമ്പനികളാണ്. അതിൽ എടുത്തു പറയേണ്ടുന്ന പേരെന്ന് പറയുന്നത് റാഡിക്കോ ഖൈത്താനാണ്. റാഡിക്കോ ഖൈത്താനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇന്ത്യയിൽ തന്നെയും പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും വോഡ്ക പോലെയുള്ള സെക്ടറിലൊക്കെ 60% അടക്കി വാഴുന്ന മാജിക് മൊമെന്റ്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ ഒരു മാർക്കറ്റ് ഷെയർ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അവരുടെ മറ്റ് കമ്പനികൾക്കും ഒക്കെ ഒരു മുന്നേറ്റം ഈ റാഡിക്കോ ഖൈത്താൻ മാത്രമല്ല, ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ ഒരു ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ള തിലക് നഗർ ഇൻഡസ്ട്രീസ് അടക്കം ഈ ഒരു മുന്നേറ്റം ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഏതായാലും ആ ഒരു ഓഹരികളുടെ നിലവിലത്തെ ഒരു സ്ഥിതി കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിലവിൽ റാഡിക്കോ ഖൈത്താനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഒരു ഇടിവിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റിൻ്റെ അതേ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു റാഡിക്കോ ഖൈത്താനിലും കാണുന്നത്. 0.5% ഒരു ഇടിവിലാണ് കാണുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഏകദേശം 56% ഒരു റിട്ടേൺ നൽകിയ ഒരു ഓഹരിയാണ്. അതായത് 2025 ജനുവരി മുതൽ 25 ഒരു ജൂലൈ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും 50% മുകളിൽ റിട്ടേൺ നൽകിയിട്ടൊരു ഓഹരിയായിട്ടാണ് റാഡിക്കോ ഖൈത്താനെ കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഈ ഒരു ഓഹരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തിലക് നഗർ ഇൻഡസ്ട്രീസിലേക്ക് എത്തുകയാണെങ്കിൽ തിലക് നഗർ ഇന്നപ്പോൾ ഒരു ഇടിവിലാണ്. പക്ഷേ ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂരജ് സാർ സൂചിപ്പിച്ചിട്ടുണ്ട്, വാർത്തകളൊക്കെ നമുക്കാണ് പുതുമ. ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇത് ഓൾറെഡി അവർക്കറിയാവുന്ന ഇൻഫോർമേഷൻസാണ്, നോൺ ഇൻഫോർമേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഓഹരികളിൽ ഈ ഒരു വാർത്തകളോട് വളരെ മുൻപ് തന്നെ റിയാക്ട് ചെയ്യുകയും ഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിലക് നഗറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഓൾമോസ്റ്റ് ഒരു 24% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഒരു വർഷം മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും 95% മുന്നേറ്റം റിട്ടേൺ നൽകിയ ഒരു ഓഹരിയും കൂടിയാണ് തിലക് നഗർ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സിനെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു സെക്ടറിൽ അല്പം അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓഹരിയായിട്ടാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സിനെ കാണുന്നത്. കഴിഞ്ഞൊരു മാസമായിട്ട് ഏകദേശം ഒരു 8% നെഗറ്റീവ് റിട്ടേൺ ആണ് കാണുന്നത്. നമ്പേഴ്സൊക്കെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു എങ്കിൽ പോലും ഓഹരികൾ അതിന് കാര്യമായിട്ടൊരു റിഫ്ലക്ഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. യുണൈറ്റഡ് ബ്രൂവറീസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂവറീസും ഓൾമോസ്റ്റ് ഒരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഏതായാലും ജാസ്മിൻ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു പേര് കേൾക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് എങ്കിൽ പോലും ഇൻഡെപ്തായിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇതിനൊക്കെ കാലതാമസം എടുക്കും. പ്രത്യേകിച്ചും അഗ്രികൾച്ചർ മേഖലയിൽ ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള കൺസെഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതിനൊക്കെ തന്നെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് US-ലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലൊരു ഡീല് തന്നെയാണ് US-ൽ നിന്നും ഇപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡ് ഡീലിന്മേൽ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ആ ഒരു പീരീഡിലേക്കാണ് നമ്മൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഇന്ത്യ US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകളൊന്നും വരാത്ത സ്ഥിതിക്ക് ഈ ട്രംപ് ഈസ് ആസ്കിംഗ് ഫോർ ടു മച്ച് എന്നുള്ള ഒരു നിലയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പ്രധാനമായിട്ടും
ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മേൽ താരിഫ് അവർക്ക് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് അതായത് US-ലേക്ക് കംപ്ലീറ്റ് ഫ്രീ എൻട്രി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നിൽക്കുന്നത് കൊണ്ടും ഇന്ത്യ ഈസ് ഫൈറ്റിംഗ് ഫോർ വെരി ഹാർഡ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീലിലേക്ക് എത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വളരെ വെൽക്കമിംഗ് ആയിട്ട് ഈ ഒരു താരിഫ്, കാരണം അത് ട്രംപിന്റെ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണെന്നതിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടും ഈ ഒരു താരിഫ് ഡിസിഷനെ വെൽക്കം ചെയ്ത വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടൊരു ട്രേഡിൽ വളരെ ഈസി ആയിട്ട് സാധ്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം ട്രംപ് വിചാരിച്ചിടത്തേക്ക് എത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഒക്കെ അത്രയധികം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടോക്സ് നടന്നു വരുന്നത്. നിലവിൽ ഇപ്പോൾ ട്രംപിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മേഖല, ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് കോപ്സിലാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ആ ഒരു മേഖലയിലേക്ക് എത്ര ഫ്രീ എൻട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഡിപ്ലോമാറ്റിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കണോമിക്കലി ആണെങ്കിലും ഹൈലി സെൻസിറ്റീവ് ആയിട്ടൊരു സെക്ടറാണ് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിലേക്കുള്ളൊരു ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു മേഖല തന്നെയായിരിക്കും ഈ ഒരു ട്രേഡ് ഡീലിനെ സാധ്യമാക്കാതെ ഒരു വലിയൊരു ബാരിയർ ആയിട്ട് നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു UK ട്രേഡിലേക്ക് നോക്കുകയാണെങ്കിലും അഗ്രികൾച്ചറിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ബാക്കിയുള്ള എല്ലാ മേഖലകളും എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ തന്നെ തനതായിട്ടുള്ള പല ഹാൻഡിക്രാഫ്റ്റ്സ് അടക്കമുള്ള മേഖലകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ ലഭിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ ഒരു മ്യൂച്വൽ കൺസെന്റ് ആണ് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയും US-ഉം എത്തുമ്പോഴേക്കും ട്രംപിന്റെ ഒരു പിടിവാശി അതിനെ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ വേണം. കാരണം ട്രംപ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നതിനേക്കാൾ ഉപരി ഒരിക്കലും ഇന്ത്യക്ക് ഒരു അനുകൂലമായിട്ടുള്ള സ്ഥിതി, കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന താരിഫ് തീർച്ചയായിട്ടും തരേണ്ടി വരും. പകരം പക്ഷെ നിങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വേണം എന്നുള്ള ആ ഒരു പിടിവാശി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരല്പം ഒരു അൺസർട്ടനിറ്റി ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത്ര നാളായിട്ട് നമ്മൾ ഒരു മൊറട്ടോറിയം പീരീഡ് പ്രഖ്യാപിച്ചു, അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ആ ഒരു മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ടിൽ നമുക്ക് ഒരു ഡെഡ് ലൈൻ ആയിട്ട് August 1 വരെ എത്തി. ഈ ഇത്രയും നാളുകൾ കൊണ്ടും കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നില്ല. ഡെലിഗേറ്റ്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾക്ക് മേൽ ചർച്ച വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തത് ഈ പറഞ്ഞ റീസൺ കൊണ്ട് മാത്രമായിരിക്കണം. ട്രംപ് ഈസ് ആസ്കിംഗ് ഫോർ ടു മച്ച് ആൻഡ് ഇന്ത്യ ഈസ് ഫൈറ്റിംഗ് ഹാർഡ് എന്ന് വേണം നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട്. ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ നിലവിൽ ഏതായാലും നിഖിൽ, ഇന്നിപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ഒരു അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എങ്ങനെയാണ്? ജാസ്മിൻ, നിലവിലൊരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി 50 സൂചികയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിലനിൽക്കുന്നത്. ഏകദേശം ഒരു 140 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടം നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 24,925 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ 9 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 41 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഓഹരികൾ വലിയ തോതിലുള്ളൊരു കമ്പനികളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ബെയേഴ്സിന് ഒരു ആധിപത്യം ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇടിവ് അത്ര കാര്യമായൊരു ഇടിവില്ല, ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ രീതിയിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 50 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 57,011 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 9 ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നേട്ടം നിലനിർത്താൻ സാധിക്കുമ്പോൾ 3 ബാങ്കിംഗ് ഓഹരികൾ മാത്രമാണ് നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റി 50യിലെ തന്നെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരികളുടെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പാദഫലവും മറ്റുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും SBI ലൈഫ് ഇൻഷുറൻസിന് സാധിച്ചിരുന്നു. നിലവിൽ ഏകദേശം ഒരു 2.5% ഒരു നേട്ടം ഓഹരി പുലർത്തുന്നു. SBI ലൈഫിൻ്റെ കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ നുവാമയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് SBIയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിരിക്കുന്നത്. നുവാമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് 2,250 രൂപയാണ് നിലവിൽ ഇപ്പോൾ നുവാമ SBI ലൈഫിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരുന്നത്. മുൻപുണ്ടായിരുന്ന 2,100-ൽ നിന്ന് നിലവിൽ ഏകദേശം ഒരു 150 രൂപയുടെ ഒരു വർധനവ് ടാർഗറ്റ് പ്രൈസിൽ നിലവിൽ ഇപ്പോൾ നുവാമ വരുത്തിയിരിക്കുന്നു. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,838 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ള ഒരു മാർജിൻ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. ഈ ഒരു കാര്യമാണ് ഏർണിംഗ്സിൻ്റെ എല്ലാ എസ്റ്റിമേറ്റുകളെയും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SBI ലൈഫ് ഇൻഷുറൻസിന് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ
നുവാമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ആനുവലൈസ്ഡ് പ്രീമിയം ഇക്വിവലൻറ്റും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഏകദേശം ഒരു 26 മുതൽ 28% ഒരു വർധനവ് കമ്പനിക്ക് 2026 സാമ്പത്തിക വർഷത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും വാല്യൂ ഫ്രം ന്യൂ ബിസിനസ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിലും കമ്പനിക്ക് ഏകദേശം ഇതേ തോതിലുള്ളൊരു വളർച്ച തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൂടി നിലവിൽ നുവാമ ഇപ്പോൾ SBI ലൈഫിൽ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കൂടാതെ മറ്റ് ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും 2026 27 എസ്റ്റിമേറ്റ് പ്രകാരം വാല്യൂ ഫ്രം ന്യൂ ബിസിനസ് എസ്റ്റിമേറ്റും മറ്റുമൊക്കെ അൺചേഞ്ച്ഡ് ആയിട്ടും മറ്റുമൊക്കെയാണ് നിലവിൽ ഇപ്പോൾ SBI ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നുവാമ നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ബ്രോക്കറേജ് വ്യൂവും കടന്നു വരുന്ന SBI സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്നത്തെ മാർക്കറ്റിലുണ്ടാകുന്നു. അടുത്തായിട്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലൊരു ഇടിവ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% നേട്ടം അപ്പോളോ ഹോസ്പിറ്റൽസ് ഓഹരിയും കാഴ്ചവെക്കുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ട്രേഡിംഗ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. 0.25% മുകളിലുള്ള നേട്ടം ICICI ബാങ്ക്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഹിൻഡാൽകോ ഇൻഡസ്ട്രീസും കാഴ്ചവെക്കുന്നു. ടോപ്പ് ലൂസേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മികച്ച സമയമല്ല നിലവിൽ മാർക്കറ്റിൽ കടന്നു പോകുന്നത്. ബജാജ് ഫൈനാൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. ബജാജ് ഫിൻസർവ്, അതായത് ഇന്ന് പാദഫലം വരാനിരിക്കുന്ന കമ്പനി പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 3.25% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ ബജാജ് ഫിൻസർവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. കൂടാതെ ബജാജ് ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവ് ബജാജ് ഓട്ടോ ഓഹരി പുലർത്തുന്നു. ഇന്ന് പാദഫലം വരാനിരിക്കുന്ന മറ്റൊരു NBFC സ്ഥാപനമായിട്ടുള്ള ശ്രീറാം ഫൈനാൻസ് പരിശോധിക്കുകയാണെങ്കിലും 3%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവ്. ഹീറോ മോട്ടോ കോപ്പിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ ഹീറോ മോട്ടോ കോപ്പിൻ്റെ ഓഹരിയിലും നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 80 ബേസിസ് പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 56,984 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെയും മറ്റും ഓഹരികൾ 0.5% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ICICI ബാങ്കും ഒരു നേട്ടം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1.5% മുകളിലുള്ള ഇടിവ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇൻഡസിൻഡ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.25%-ഓളമുള്ളൊരു ഇടിവും ഉണ്ടാകുന്നു. HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ഓഹരികൾ ഇപ്പോൾ വളരെ മാർജിനലായിരിക്കുന്ന ഒരു ഇടിവും രേഖപ്പെടുന്നു. കാനറ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും നിലവിലൊരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ഇടിവാണ് കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാമ, നിഫ്റ്റി റിയൽറ്റി സൂചികൾ മാത്രം ഒരു നേട്ടത്തിൽ തുടർന്നു. ഇതിൽ തന്നെ നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായൊരു നിരക്കിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി ഫാർമയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടവും കാണാൻ സാധിക്കുന്നു. എങ്കിൽ കൂടിയും നിഫ്റ്റി എനർജി സൂചികയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി എനർജി സൂചികയിൽ ഉണ്ടാകുന്നു. നിഫ്റ്റി ഓട്ടോയിലേക്ക് കടക്കുകയാണെങ്കിൽ 0.25% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി ഓട്ടോ സൂചികയും ഇപ്പോൾ വെച്ച് പുലർത്തുന്നു. നിഫ്റ്റി മീഡിയയിലാണെങ്കിലും നിഫ്റ്റി മീഡിയ സൂചിക പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി മെറ്റൽ സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% മുകളിലും 0.5% മുകളിലുമുള്ളൊരു ഇടിവുണ്ടാകുന്നു. ഇപ്പോഴൊരു മികച്ച മൊമെൻറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി റിയൽറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 960 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റി ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത് ക്ലിയർലി ഫിനക്സ് മിൽസിൻ്റെ ഓഹരികളാണ്. ഫിനക്സ് മിൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കമ്പനിയുടെ പാദഫലവും മറ്റുമൊക്കെ വന്നിരുന്നു. ഏറെക്കുറെ ഭേദപ്പെട്ട ഒരു പാദഫലം തന്നെ കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിരുന്നു. കൂടാതെ പുതിയ അക്വിസിഷനും മറ്റുമൊക്കെ കമ്പനി നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മറ്റുമൊക്കെ വന്നിരുന്നു. ഈ ഒരു വാർത്തകളോടൊക്കെ ഇപ്പോൾ ഓഹരി വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഏകദേശം 5% ഒരു നേട്ടം ഫീനക്സ് മിൽസിൻ്റെ ഓഹരികളിൽ ഉണ്ടാകുന്നു. DLFിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും ബ്രിഗേഡ് എൻ്റർപ്രൈസസിലേക്ക് കടക്കുമ്പോൾ 0.5%-ന് മുകളിൽ ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും ഉണ്ടാകുന്നു. എങ്കിൽ കൂടി മറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളായിട്ടുള്ള റെയ്മണ്ടിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 2%-ന് മുകളിലൊരു ഇടിവ് റെയ്മണ്ട് ഓഹരി രേഖപ്പെടുന്നു. ലോധ ഡെവലപ്പേഴ്സിലേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ 2%-ഓളമുള്ളൊരു ഇടിവ് ലോധ ഡെവലപ്പേഴ്സിൻ്റെ ഓഹരികളിലും ഉണ്ടാകുന്നു. ലോധയുടെ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പനിയിൽ മറ്റ് സെൽ ഓഫും മറ്റുമൊക്കെ വന്നു എന്നതിനെ തുടർന്ന് അന്നത്തെ ഒരു ട്രേഡിങ്ങിലും വലിയ രീതിയിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന കമ്പനി ഇന്നും ഇപ്പോൾ ആദ്യം ഒരു 2%-ന് കൂടി ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഒട്ടും ഒരു മികച്ച ഒരു വീക്കല്ല ലോധയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീക്ക് എന്നാണ്
എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നിഫ്റ്റി ഫാർമ സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിൽ നിലവിലൊരു ക്ലിയർ ആയിട്ട് തന്നെ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫാർമ സൂചികയിൽ മാത്രമാണ്. ഏകദേശം 70 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 22,609 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിലവിൽ നിഫ്റ്റി ഫാർമയിൽ ഒരു ട്രേഡിംഗ് പുരോഗമിക്കുന്നു. നിഫ്റ്റി ഫാർമ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ടൊറന്റ് ഫാർമ ഓഹരികൾ ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഇപ്ക ലബോറട്ടറീസ് 1%-ഓളം, ലോറസ് ലാബ്സിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% മുകളിൽ 1%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം ഉണ്ടാകുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികളിലും ഒരു നേട്ടം കാണാൻ വേണ്ടി സാധിക്കുന്നു. ലുപ്പിൻ 0.5%-ന്റെ ഒരു നേട്ടവും നിലനിർത്തുമ്പോൾ നാറ്റ്കോ ഫാർമ ഇന്നലെ കണ്ടിരുന്ന അതേ ഒരു ഇടിവ് ഇന്നും തുടരുന്നു. നിലവിൽ ഏകദേശം 2%-ന്റെ ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നാറ്റ്കോ ഫാർമയിൽ കാണാൻ സാധിക്കുന്നത്. നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടും മറ്റുമൊക്കെ കമ്പനിക്ക് ഒരു മീഡിയം ടേമിലേക്കും ലോങ് ടേമിലേക്കും ലഭിച്ചിരുന്നെങ്കിലും ഷോർട്ട് ടേമിൽ അത്ര മികച്ച ഒരു റവന്യൂ ഡ്രൈവേഴ്സും മറ്റൊന്നും കമ്പനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യമൊക്കെ നാറ്റ്കോ ഫാർമയ്ക്ക് നിലവിലൊരു തിരിച്ചടിയായിരിക്കുകയാണ്. അടുത്തായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള നിലവിൽ കാനറ ബാങ്കിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള ഒരു പാദഫലവും മറ്റുമൊക്കെ കമ്പനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയും സാധിച്ചിരുന്നു. നിലവിൽ ആൻറ്റിക്ക് കാനറ ബാങ്കിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ മുൻപ് നൽകിയിരിക്കുന്ന 135 രൂപയിൽ നിന്ന് 140 രൂപയായിട്ട് നിലവിൽ കാനറ ബാങ്കിൻ്റെ ഒരു പ്രൈസും നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 113 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് കാനറ ബാങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോൾ കാനറ ബാങ്കിൽ ഒരു ഇടിവുണ്ടായിരുന്നെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും മറ്റുമൊക്കെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു. നെറ്റ് പ്രോഫിറ്റും മറ്റുമൊക്കെ ഒരു എസ്റ്റിമേറ്റിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഇതിനെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു അതർ ഇൻകം സോഴ്സ് ആണ് എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് തന്നെ കാനറ ബാങ്കിൽ തുടരുന്നു എന്നൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ആൻറ്റിക്ക് നിലവിൽ കാനറ ബാങ്കിൻ്റെ ഒരു റിട്ടേൺ ഓൺ അസറ്റ് ആയിട്ട് പറയുന്നത് ഏകദേശം 1% ROI കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് വരുന്ന ഇയേഴ്സിലും സാധിക്കും. ആ ഒരു ഫോർകാസ്റ്റിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിലവിൽ ആൻറ്റിക്ക് തയ്യാറായിട്ടില്ല. കൂടാതെ 2027 പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു തോതിലുള്ള ഒരു വളർച്ച തുടരും എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയുടെ അതർ ഇൻകം സോഴ്സസിൽ നിന്നുള്ളൊരു വളർച്ച ഈ ഒരു വർഷം മാത്രമേ ഉണ്ടാകുള്ളൂ. അടുത്ത വർഷമാകുമ്പോഴേക്കും ഏകദേശം ഒരു 3% എന്നുള്ളൊരു നിരക്കിലേക്കും മറ്റുമൊക്കെ കുറയും. കമ്പനിയുടെ കോർ ബിസിനസ്സും മറ്റുമൊക്കെ കുറേയും കൂടി മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്നൊരു കാര്യം നിലവിൽ ഇപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആൻറ്റിക്ക് സൂചിപ്പിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.5%-ന് മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി 50 സൂചിക രേഖപ്പെടുത്തിക്കൊണ്ട് 0.5%-ന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24,936 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായൊരു തോതിൽ 57,005 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കും ഇപ്പോൾ ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ നിഖിലാണ് മാർക്കറ്റിന് ഒരു ഔട്ട്ലുക്ക് നൽകിയത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 0.5%-ന്റെ ഇടിവ് അതേപടി തന്നെ തുടരുകയാണ്. ഇനി ഏതായാലും നമുക്ക് മറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഹരിപ്രിയ മാം ആണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ, താങ്ക് യു. ഏതായാലും നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു എക്സ്പയറി ദിനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തുകയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 24,929 എന്നുള്ളൊരു നിലയിലേക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയാണ്. ഈ ഒരു ബെയറിഷ് സെന്റിമെന്റ് തുടരാനുള്ള സാധ്യത തന്നെയാണ് മുന്നോട്ട് കാണുന്നത്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന ആ ലെവല് 24,928 ടു ബി എക്സാക്ട്, ആ ഒരു ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 27 ജൂൺ തുടങ്ങി ഇപ്പോഴേക്ക് വരെ ഉള്ള ടൈമിൽ ഒരു വെഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഡൗൺ സൈഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ലോവർ ഹൈ ലോവർ ലോ ലെവലാണ് ഈ വന്നിരിക്കുന്നത്. ഈ നേരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് ഒരു സപ്പോർട്ട് ലെവലാണ് 24,900 എന്നുള്ളത്. ആ 24,900 ബ്രീച്ച് ചെയ്ത് താഴോട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഇടിവ് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. 24,400 24,500 ലെവൽ വരേക്കും. ഇൻ കേസ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ വെഡ്ജിനുള്ളിൽ തന്നെ തുടർന്ന് വീണ്ടും ഈ വെഡ്ജ് ബ്രേക്ക് ചെയ്ത് 25,150 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റി ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഡൗൺ സൈഡ് ആൻഡ് ബെയറിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബെയറിഷ് വ്യൂ ആണ് മാർക്കറ്റിൽ എനിക്കുള്ളത്.
മാം അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റിയുമായിട്ട് ബെഞ്ച്മാർക്ക് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് നിഫ്റ്റി ബാങ്ക് ഒരു അല്പം കൂടി ഭേദപ്പെട്ട അല്ലെങ്കിൽ വലിയ തോതിൽ ഇടിവിലേക്ക് നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് ഒരു 87 പോയിന്റ്സിൻ്റെ ഇടിവ് മാത്രമാണ് നിലവിൽ കാണുന്നത്. 56,979.8 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇനീഷ്യൽ ടൈമിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ആരംഭിച്ചപ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൊമെൻറ്റം കണ്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് 57,170.7 എന്നൊരു ഹൈക്ക് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നല്ല ഭേദപ്പെട്ട ലെവൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇതേ ലെവലിൽ 56,000 എന്നുള്ള ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുറെ ദിവസങ്ങളായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല സപ്പോർട്ട് ലെവലായിട്ടും നല്ല റെസിസ്റ്റൻസ് ലെവലായിട്ടും ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് 57,000 എന്നുള്ള ലെവലിൽ നിന്ന് ഒരു മുകളിലേക്ക് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യാൻ ഇതുവരെ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇൻ കേസ് നിഫ്റ്റി ബാങ്ക് 57,000 ലെവലിൽ മുകളിലേക്ക് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അൺലെസ് നിഫ്റ്റി എപ്പോഴും താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ബാങ്കിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. എന്താണേലും 5600 എന്നുള്ള ലെവൽ 56,000 എന്നുള്ള ലെവല് നിഫ്റ്റി ബാങ്കിന് വളരെ ക്രൂഷ്യലാണ്. ആ ലെവലിന് താഴെ ഏതെങ്കിലും ഒരു റെഡ് കാൻഡിൽ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി ബാങ്കും കുറച്ച് താഴ്ച പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ. ഏതായാലും നമ്മളിനിപ്പോൾ സെക്ടേഴ്സ് വൈസിൽ പരിശോധിക്കുമ്പോൾ IT സൂചികയുടെ ഒരു ഇടിവായിരുന്നു കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50യുടെ ഒരു മൂവ്മെന്റിന് ഏറ്റവും വലിയൊരു ഹഡിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും IT ഇൻഡെക്സ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട സൂചികകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയർ ടു ടിൽ ഡേറ്റിൽ 17% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അത്രത്തോളം ഒരു അണ്ടർ പെർഫോമിംഗ് സെഗ്മെന്റ് ആയിരുന്നു IT എന്ന് പറയുന്നത്. നിലവിലത്തെ കണ്ടീഷനിൽ IT സെഗ്മെന്റിൽ എന്തെങ്കിലും ഒരു ടേൺ അറൗണ്ടിനുള്ള സാധ്യതയുണ്ടോ? കറന്റ്ലി നിഫ്റ്റി IT ഇപ്പോഴും ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. നമ്മളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നലെ ഉണ്ടായിരുന്ന ആ ക്യാൻഡില്, ആ റെഡ് ക്യാൻഡില് നല്ല ഒരു സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് 36,877 എന്ന സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. ആ റെഡ് ക്യാൻഡിലിനും താഴെയാണ് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്യാൻഡിൽസ് നിൽക്കുന്ന 35,974 എന്നുള്ള ആ ലെവല് വളരെ ക്രൂഷ്യലാണ്. അതൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മുന്നേ അവിടെ. ഇപ്പൊ നമ്മൾ പിന്നോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ 12th May 2025 ആ ചെറിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നത്. ആ ഗ്യാപ്പ് കവർ ചെയ്യാനാണ് നിഫ്റ്റി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇൻ കേസ് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും 39,000 എന്നുള്ള ലെവലിൽ റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇതിലും താഴ്ന്ന് വീണ്ടും നിഫ്റ്റി പുറകോട്ടടിച്ച് 34,600 എന്നുള്ള ലെവലിലേക്ക് നിഫ്റ്റി IT താഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ആ ലെവല് നല്ലോണം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഫോം ചെയ്യാൻ പോകുന്ന ക്യാൻഡിലിന്റെ അവസ്ഥ എന്താണെന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നിഫ്റ്റി ITയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. മാം അപ്പം ഇന്നിപ്പോൾ ഫൈനാൻഷ്യലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് ഓൾമോസ്റ്റ് വളരെ സിമിലർ ആയിട്ടൊരു പാറ്റേണിലാണ് ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു വീക്ക് ജൂലൈ 21 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും രണ്ടും ഓൾമോസ്റ്റ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി ആണെങ്കിലും ശരി, ഒരു ഫിനാൻഷ്യൽ സർവീസ് സൂചികയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു സെയിം പാറ്റേൺ തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 0.5% മുകളിലൊരു ഇടിവിലേക്കാണ് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചിക ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലുള്ളൊരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികകൾ എന്തുകൊണ്ടും കുറച്ച് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 20-day മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ 30-day മൂവിംഗ് ആവറേജിന്റെ ആ സ്ഥലത്താണ് അത് ടിക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറന്റ് ലെവലായ 26,800 അല്ലെങ്കിൽ 26,900 എന്നുള്ള ലെവല് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് നല്ലൊരു റെഡ് കാൻഡിലുമായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിനും ബെയറിഷ് ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളൂ. As long as it remains above that 26,800, it is always in a positive note. നല്ലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവായ കാര്യമായിട്ട് നമ്മൾ കാണണം. കാരണം ഇതുവരെയുള്ള മറ്റുള്ള സെക്ടറുകളിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ IT സെക്ടറിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു വലിയ ഇടിവ് ഒരിക്കലും ഇതിൽ വന്നിട്ടില്ല. ഇത് അവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. സോ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് നോട്ട്. There could be a chance of downturn. പക്ഷെ ഇപ്പോൾ വരേക്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് കുറച്ച് നല്ല സ്റ്റേബിൾ ആയ ഫോർമേഷൻ ആണ് കാണിക്കുന്നത്.
യെസ്, ഏതായാലും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് പരിശോധിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ ഇടിവ് വന്ന സമയത്തും ഒരു അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളാണ്. ഇന്നും ഈ രണ്ട് സൂചികകളിലും എസ്പെഷ്യലി ഫാർമ അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയറും ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ, UK, FTA ഒക്കെ നിലവിൽ വന്ന സമയത്ത് ഫാർമ മേഖലയിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഈ ഫാർമ മേഖലയുടെ അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ടാണോ തുടരുന്നത്? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലുള്ള മാമിന്റെ ഒരു ടേക്ക്? കറന്റ്ലി ഫാർമ ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 9th മെയ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നല്ല ട്രെൻഡ് ലൈൻ അപ് ട്രെൻഡ് ആയിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഹയർ ഹൈ ഹയർ ലോ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഹയർ ഹൈ ഹയർ ലോയിലാണ് അത് ഫോം ചെയ്തേക്കുന്നത്. 20th ജൂൺ തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് വളരെ വിസിബിൾ ആണ്. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ആ ലെവൽ 22,500 എന്നുള്ള ലെവലിൽ നിന്നും മുകളിലേക്ക് പോയി 22,820 എന്നുള്ള ലെവലിനെ ക്രോസ് ചെയ്ത് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ല അപ് ട്രെൻഡ് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ഇത് വീണ്ടും മുകളിലേക്ക് 23,000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. But it all depends on how Nifty going to behave for the next few days. അത് നമ്മൾ വാച്ച് ചെയ്യണം. എന്നാലും ഫാർമ ഡെഫിനറ്റ്ലി നല്ല ഒരു ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പോഴും അത് മുകളിലേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. മാം, അപ്പം തന്നെ ഇപ്പോൾ ധാരാളം കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിൽ തന്നെ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും റിസൾട്ട് പൊതുവെ ഒരു ഭേദപ്പെട്ട നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഒരു MSME സെക്ടറിലും ഒപ്പം തന്നെ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റിലും കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബേസിസിൽ സെക്കൻഡ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും ഒരു മോഡറേറ്റ് ഗ്രോത്ത് ആണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഓഹരികളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡെയിലി ബേസിൽ പരിശോധിക്കും വലിയൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇൻട്രാഡേയിൽ ഓൾമോസ്റ്റ് ഒരു 5% ആദ്യ നിമിഷങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 5% മുകളിൽ ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും 4% ഒരു ഇടിവിലാണ് ബജാജ് ഫിനാൻസിൻ്റെ ഓഹരികളിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബജാജ് ഫിനാൻസിലുള്ള ഒരു വ്യൂ എന്താണ്? എത്ര നല്ല ഓഹരിയാണെങ്കിലും ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അത് തന്നെ ബജാജ് ഫൈനാൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഓഹരി നിന്നുകൊണ്ടിരിക്കുന്നത് 100 ഡേ 120 ഡേ മൂവിംഗ് ആവറേജിന്റെ അടുത്താണ്. ആ 120 ഡേ മൂവിംഗ് ആവറേജിന് തൊട്ട് മുകളിലാണ് അത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറന്റ്ലി ആ ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് 100 ഡേ മൂവിംഗ് ആവറേജ് എന്ന് തന്നെ പറയാം. അവിടെ ഒരു നല്ല സപ്പോർട്ടും ഉണ്ട്. 890 അല്ലെങ്കിൽ 899 900 എന്നുള്ള ലെവല് ബജാജ് ഫൈനാൻസിന് വളരെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ലെവലാണ്. ആ ലെവലിൽ നിന്ന് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ആ ഹൈ ആയ 968 വരെ റീച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ഒരു ചാനൽ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് 892 അല്ലെങ്കിൽ എക്സാക്ട്ലി 892 അല്ലെങ്കിൽ 895 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് ഇത് താഴേക്ക് ബ്രീച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് 820 830 എന്നുള്ള ലെവലാണ്. വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. ഇവിടുന്ന് ഒരു നല്ല ഗ്രീൻ വോളിയത്തോടു കൂടി മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വീണ്ടും ഹൈ റീച്ച് ചെയ്യാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് SBI ലൈഫ് ആണ്. ഇന്നിപ്പോൾ റിസൾട്ടുകൾക്ക് ശേഷം എസ്പെഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സിന് ശേഷം 2.43% ഒരു നേട്ടം SBI ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1837 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് കമ്പനിയുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്പേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇനത്തിലൊക്കെ 14% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഇത്തവണ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ മാമിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? 1836 എന്നുള്ള ലെവല് SBI ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു പ്യോർ ഗ്രീൻ കാൻഡിൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും നല്ല ലെവൽ തന്നെയാണ് ഇത് തുടരുന്നത്. കാരണം നല്ലൊരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മെയ് തുടങ്ങി ഇപ്പോൾ വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ പൊതുവെ മറ്റു സ്റ്റോക്കുകളുടെ പോലെ തന്നെ നോക്കുക. ആ നേരം ഇവിടെ ഒരു നല്ല കൺസോളിഡേഷൻ നടന്നുകൊണ്ട് ഇത് മുകളിലേക്ക് എപ്പോഴും ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരേക്കും ഒരു ഗ്രീൻ കാൻഡിൽ 1840 എന്നുള്ള ലെവലിന് മുകളിലേക്ക് അതിന് ഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻ കേസ് അത് ഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ച് 1900 ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദിസ് സ്റ്റോക്ക്.
യെസ് മാം. അപ്പം തന്നെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് നെസ്ലെ ഇന്ത്യ ആണ്. നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അത്ര ഒരു മികച്ച നമ്പേഴ്സ് അല്ല കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രത്യേകിച്ചും അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിലും ഒപ്പം തന്നെ മറ്റ് പല പാരാമീറ്റേഴ്സിലും ഒരു അത്ര പോസിറ്റീവായിട്ടൊരു ട്രെൻഡ് അല്ല കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഇന്നും 1.5% മുകളിൽ ഇടിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഏകദേശം ഒരു 5.25% മുകളിൽ ഇടിവായിരുന്നു കണ്ടിരുന്നത്. നെസ്ലെ ഇന്ത്യയിലുള്ള ഒരു വ്യൂ എന്താണ്? നെസ്ലെ ഇന്ത്യ കറന്റ് ട്രേഡ് ചെയ്യുന്നത് 200-day മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ട് ലെവലിലാണ്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കുന്ന ക്യാൻഡിൽ ഭയങ്കര വലുതാണ്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക. 200-day മൂവിംഗ് ആവറേജിന് താഴേക്ക് ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നല്ലൊരു കൺസോൾട്ടേഷനും അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൺസോൾട്ടേഷനാണ് അത് ബ്രീച്ച് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം ഇതിൽ നോട്ട് ചെയ്യാനുള്ളത്, ഇപ്പൊ വന്നിരിക്കുന്ന വോളിയം, റെഡ് വോളിയം ഭയങ്കര വലുതാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല RSI ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവർസോൾഡ് ആയിട്ടില്ല, പക്ഷേ ഓവർസോൾഡ് ആകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും 32 ലെവലാണ് കാണിക്കുന്നത് RSI ലെവല്. MACD ലെവല് അങ്ങോട്ട് പോകണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് താഴേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതും വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു നേരത്തെ നമ്മൾ നെസ്ലെ ഇന്ത്യയിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇൻ കേസ് ഇത് 200-day മൂവിംഗ് ആവറേജും താഴേക്ക് വരുവാണെങ്കിൽ 2100 എന്നുള്ള ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലെവലിൽ നിന്ന് മാത്രമേ ഇത് തിരിച്ചടിക്കാനുള്ള ചാൻസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബട്ട് 200-day മൂവിംഗ് ആവറേജിൽ ഇന്നത്തോളം നിൽക്കുന്ന കാലത്തോളം നമ്മളത് ഒന്ന് വാച്ച് ചെയ്യുക. ഇവിടുന്ന് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ മുകളിലേക്ക് വരികയാണെങ്കിൽ മേ ബി ഇത് മുകളിലേക്ക് പോയി 2490 എന്നുള്ള ലെവലിൽ വീണ്ടും അച്ചീവ് ചെയ്യാം. ബട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഇപ്പൊ കറന്റ്ലി ടെക്നിക്കൽ അനാലിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദിസ്. മറ്റൊരു സ്റ്റോക്ക് IEX ആണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. കഴിഞ്ഞ ദിവസത്തെ ഒരു പെർഫോമൻസിൽ വലിയൊരു ക്രാഷ്, 30%ഓളം ഒരു ഇടിവ് നമ്മൾ ഈ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ കണ്ടതാണ്. എസ്പെഷ്യലി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തകളിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ പവർ മാർക്കറ്റ് കപ്ലിംഗ് നടപ്പിലാക്കാനുള്ള തീരുമാനം സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു സ്റ്റോക്കിൽ അവരുടെ ഒരു മോണോപ്പൊളി നഷ്ടപ്പെടുമെന്നുള്ളൊരു അടിസ്ഥാനത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ഇടിവിലേക്ക് പോയത്. ഇന്നത്തെ മാർക്കറ്റിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ മിനിറ്റിൽ തന്നെ 10% കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഒരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ട് കണ്ടാൽ മതിയാകുമോ? എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിനെ മാം വിലയിരുത്തുന്നത്? ഇന്നത്തെ ഈ ഒരു 1 അവറിലുള്ള അവസ്ഥ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഇൻസൈഡർ ക്യാൻഡിൽ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇത് നമുക്ക് ഒരു മെച്ചപ്പെട്ട അവസ്ഥയാണോ എന്ന് ചിന്തിക്കാൻ ആയിട്ടില്ല. കാരണം ഇപ്പോഴും അത് ഓവർസോൾഡ് ലെവലിൽ നിൽക്കുകയാണ്. 24 എന്നുള്ള ലെവലിലാണ് RSI നിൽക്കുന്നത്. MACD ആണെങ്കിൽ വീണ്ടും താഴോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു നേരത്ത് ഇത് വീണ്ടും താഴോട്ട് പോകാനുള്ള ചാൻസ് ആണോ അധികം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇന്നലെ ഫോം ചെയ്തേക്കുന്ന റെഡ് ക്യാൻഡിലിന്റെ ലോവർ എൻഡായ 132 എന്നുള്ള ലെവൽ ബ്രീച്ച് ചെയ്ത് ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു താഴ്ച ഇതിൽ പ്രതീക്ഷിക്കാം. ബട്ട് ഇൻ കേസ് ഇവിടുന്ന് അത് മുകളിലേക്ക് തിരിച്ചടിക്കുകയാണ്, എന്തെങ്കിലും പുതിയ പോളിസി ടേമോ എന്തെങ്കിലും ഫണ്ടമെന്റൽ ചേഞ്ചും കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ അത് മുകളിലേക്കും പോവാം. പക്ഷെ ടെക്നിക്കലി ഇത് ഒട്ടും നല്ല ലെവലിലല്ല ഇത് നിൽക്കുന്നത്. എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് നിൽക്കുന്നത്. സോ നമുക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാലം തെളിയിക്കും. ഒപ്പം തന്നെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് RIC ലിമിറ്റഡ് ആയിരുന്നു. RICയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നല്ല നമ്പേഴ്സ് തന്നെയാണ് കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ നെറ്റ് പ്രോഫിറ്റിലടക്കം ഒരു 29% ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓഹരികളിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ആയിരുന്നുവെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ഒരു 0.5% മുകളിൽ ഇടിവിലേക്കാണ് RICയുടെ ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. RIC ഓഹരികളുള്ള ഒരു ടേക്ക് എന്താണ്? കഴിഞ്ഞ മാർച്ച് 25 തുടങ്ങി ഇപ്പോൾ വരെയുള്ള ഈ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ഹൈ ലോവർ ലോ ആ ഒരു ലെവലിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷെ ഒരു വെഡ്ജ് പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. താഴെ 382 അല്ലെങ്കിൽ 380 എന്നുള്ള ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലോവർ ഹൈ ലോവർ ലോ പോയേക്കുന്ന ആ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ ട്രെൻഡ് ലൈനിൽ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് ആ 406 എന്നുള്ള ലെവൽ ഇരിക്കുന്നത്. അതിന് മുകളിലേക്ക് ഈ ഓഹരി മൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല ഒരു അഭിപ്രായം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ വരേക്കും ഈ ഓഹരി 200-day മൂവിംഗ് ആവറേജിന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും മൂവിംഗ് ആവറേജുകൾക്ക് താഴെ നിൽക്കുന്ന ഒരു ഓഹരി ആയതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഇൻ കേസ് ആ 380 390 എന്നുള്ള ലെവൽ ബ്രീച്ച് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നല്ല ഇടിവ് പ്രതീക്ഷിക്കാം. ബട്ട് ഇപ്പോൾ നിൽക്കുന്ന ലെവല് ആ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 200-day മൂവിംഗ് ആവറേജ് ആയ 450 വരെ എത്താനുള്ള ചാൻസും
കാണുന്നുണ്ട്. അത് വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് പ്രേക്ഷകർ മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ് പവർ എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്കിൽ ഒരു വലിയ ഇടിവായിരുന്നു നമ്മൾ കണ്ടത്. എസ്പെഷ്യലി കമ്പനിയുമായി ബന്ധപ്പെട്ട് ED റെയ്ഡുകൾ വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഓഹരിയിൽ ഇടിവ് കണ്ടത്. ഇന്നും 5% കൂടുതലുള്ള ഒരു ഇടിവ് ഇപ്പോഴും കാണുന്നുണ്ട്. റിലയൻസ് പവർ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇനി ഈ സ്റ്റോക്കിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഈ സ്റ്റോക്ക് കയ്യിൽ വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം വാച്ച് ചെയ്യേണ്ട ഒരു ലെവല് 53.76 എന്നുള്ള ലെവലാണ്. അത് ബ്രീച്ച് ചെയ്ത് ഇത് താഴോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഇടിവിൽ 36 വരെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദറ്റ് സ്റ്റോക്ക്. ഇഫ് യു ആർ ഹോൾഡിംഗ് ഇറ്റ്, ഇത്രയും നാളും ഹോൾഡ് ചെയ്തു, ഇനി ആ കഷ്ടപ്പാട് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യണം. കാരണം 53 എന്നുള്ള ലെവലിൽ നിന്ന് ഇത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും 71 എന്നുള്ള ലെവൽ വരാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ ആ 53 ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും കുറച്ച് നല്ല അഭിലഷണീയമായ കാര്യം. യെസ്. അപ്പം ടാറ്റ മോട്ടോഴ്സിലെ കൂടി ഒന്ന് വരികയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ടും നേരത്തെ പല പ്രേക്ഷകരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ FTA വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ഒരു ഉറ്റുനോക്കിയിരുന്നൊരു സ്റ്റോക്കായിരുന്നു, അല്ലെങ്കിൽ നിക്ഷേപർ ഉറ്റുനോക്കിയിരുന്നൊരു സ്റ്റോക്കായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇന്നിപ്പോൾ ഒരു 1.5% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ്, ഒരു അപ്സൈഡിലേക്കൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഓഹരികളിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് മാം വിലയിരുത്തുന്നത്? ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു കൺസോൾട്ടേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് തുടങ്ങി ഇപ്പോഴേക്കുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ, ബട്ട് സ്റ്റിൽ ഇതിന്റെ ഇടയ്ക്ക് 16th ജൂൺ എന്നുള്ള സമയത്ത് ഒരു നല്ല റെഡ് ക്യാൻഡിലോട് കൂടി ഒരു ചെറിയ ഇടിവ് അത് കാണിച്ചിരുന്നു. ആ ഇടിവിലും അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 666 എന്നുള്ള ലെവല്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ RSI ചെറുതായിട്ട് താഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു RSI ഡൈവേർജൻസ് കാണിക്കുന്നുണ്ട്. RSI കുറച്ച് മുകളിലേക്ക് പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. പ്രൈസ് അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇൻ ദാറ്റ് കേസ് ടാറ്റ മോട്ടോഴ്സ് കുറച്ച് പോസിറ്റീവ് നോട്ടിൽ നമ്മൾ കാണേണ്ടി വരും. ഈവൻ ദോ അത് 200-day മൂവിംഗ് ആവറേജിന് താഴെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇത് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 200-day മൂവിംഗ് ആവറേജ് ആയ 726 വരെ എങ്കിലും എത്താനുള്ള ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ആ RSI ഡൈവേർജൻസ് നമുക്ക് അങ്ങനെ കാണാതെ വിടാൻ സാധിക്കില്ല. ആ ഒരു ലെവലിലാണ് അത് നിന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവല് 700 എന്നുള്ള ലെവല്. 700 ബ്രീച്ച് ചെയ്ത് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് 726 എന്നുള്ള ലെവല് ഫോം ചെയ്യാം. ആ 200-day മൂവിംഗ് ആവറേജിലും ബ്രീച്ച് ചെയ്തുകൊണ്ട് അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 900 ലെവൽ വരെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 830 എങ്കിലും മിനിമം പ്രതീക്ഷിക്കാൻ സാധിക്കും. പക്ഷെ വെയിറ്റ് ആൻഡ് വാച്ച്. 674 എന്നുള്ള ലെവല് താഴേക്ക് അത് ബ്രീച്ച് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഫോളിനും ചാൻസ് ഉണ്ട്. കാരണം MACD ഇപ്പോഴും മുകളിലോട്ട് പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി തൻല പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. ഇന്നിപ്പോൾ 3.5% ഇടിവ് രേഖപ്പെടുത്തുകയാണ് തൻല പ്ലാറ്റ്ഫോംസ്. കമ്പനിയുടെ മാർജിനിലടക്കം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇത്തവണ നമ്മൾ കണ്ടില്ല. നെറ്റ് പ്രോഫിറ്റിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഈ തൻല പ്ലാറ്റ്ഫോം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു നിലവാരം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 653 രൂപ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപാണ് 1012 രൂപ എന്നുള്ള ഒരു റെക്കോർഡ് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നമുക്ക് തൻലയിൽ കണ്ടിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മാം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു പഴയ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു ചാൻസസ് എത്രമാത്രമാണ്? ടാൻല പ്ലാറ്റ്ഫോം നമ്മൾ ടെക്നിക്കലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 20-day മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ആ 650 ലെവലിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ജൂൺ പകുതി തുടങ്ങി ഇങ്ങോട്ടേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 696 എന്നുള്ള ലെവലാണ് അത് ഹൈ അടിച്ചിരിക്കുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ടാൻല പ്ലാറ്റ്ഫോം കുറച്ചെങ്കിലും 770 എന്നുള്ള ലെവൽ വരെ എത്താനുള്ള ചാൻസ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിന് മുകളിലേക്ക് ഇപ്പൊ എന്താണെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇൻ കേസ് ഈ 20-day മൂവിംഗ് ആവറേജും അതിന് തൊട്ട് താഴെയുള്ള ഒരു കൺസോളിഡേഷൻ ലെവലിന്റെ ലോവർ എൻഡായ 633 എന്നുള്ള ലെവലും ബീച്ച് ചെയ്ത് അത് താഴേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും 549 എന്നുള്ള ലെവൽ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ലെവൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കുറച്ച് ദിവസം കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് മുകളിലേക്ക് 799 അല്ലെങ്കിൽ 800 എന്നുള്ള ലെവൽ വരെ പോകാം. ബട്ട് വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദി സ്റ്റോക്ക്. എന്താണെങ്കിലും ഇതെല്ലാം മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ്. വേറൊന്ന് RSIയുടെ ഷാർപ്പ് ഡൗൺ ടേൺ ആണ്, അതും അത്ര നല്ലതല്ല. പക്ഷെ MACD ലെവലിൽ ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദി സ്റ്റോക്ക്.
യെസ് മാം, അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി ട്രൈഡൻ ലിമിറ്റഡ് ആയിരുന്നു. ട്രൈഡൻ ലിമിറ്റഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്പേഴ്സ് വളരെ ശക്തമായിട്ടുള്ള ക്വാർട്ടർലി നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ മാർജിനിലടക്കം ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എക്സ്പെൻസ് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ ഒരു ഡിഫൻസീവ് മോഡിലാണ്. അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒക്കെ ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ പോലും വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താനായിട്ട് ട്രൈഡൻ്റ് ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ട്രൈഡനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ട്രൈഡന്റ് കറന്റ്ലി ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് തുടങ്ങി ഏകദേശം മെയ് പകുതി വരെ അത് ഒരു ഹയർ ലോ ഫോർമേഷൻ ഫോം ചെയ്ത് മുകളിലേക്ക് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മെയ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിലാണ് അത് കുറച്ച് ഡൗൺ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിലും നമ്മൾ താഴെ വോളിയം നോക്കുവാണെങ്കിൽ കുറച്ച് നല്ല ഗ്രീൻ വോളിയംസ് ആണ് ആവറേജ് വോളിയത്തിന് മുകളിലായിട്ട് നിൽക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് നന്മ പ്രതീക്ഷിക്കാം ഇതിൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. പക്ഷെ ഇന്നത്തെ ഡോജി ക്യാൻഡില് ആ ഒരു അവസ്ഥയ്ക്ക് വീണ്ടും അതിന്റെ ആ കൺസോളിഡേഷന്റെ ഹയർ എൻഡായ 34 എന്നുള്ള ലെവലിൽ പോയിട്ട് അത് തിരിച്ചു കൊണ്ടുവരുവാണോ താഴോട്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. അത് മാത്രമല്ല, ഇന്ന് ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്താണ് ഫോം ചെയ്തേക്കുന്നത്. 31 നിന്ന് 32 പോയേക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അതിന്റെ ഇടയിൽ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഈ സ്റ്റോക്ക് ശ്രമിക്കുമോ എന്നും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് RSI ലെവൽ കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. 60ക്ക് മുകളിലേക്കാണ്. MACD ലെവലിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നു. എന്താണെങ്കിലും 32.95 എന്നുള്ള ആ ലെവൽ, 32.95 എന്നുള്ള ആ ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഇതുവരെ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലോണം മുകളിലേക്ക് പോയി അറ്റ്ലീസ്റ്റ് ഒരു 40 ലെവൽ വരെയെങ്കിലും റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദാറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഏതായാലും നമ്മൾ അനിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ UK FTAയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സെക്ടേഴ്സും സ്റ്റോക്സും വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സ്റ്റോക്സ് നമ്മുടെ പ്രേക്ഷകർക്കുമായിട്ട് ഈ ഒരു താരിഫ് റിലീഫ് എസ്പെഷ്യലി അഗ്രി ആൻഡ് മറൈൻ എക്സ്പോർട്ടിലേക്ക് ഇപ്പോൾ കേദാർ അയച്ചെന്ന ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വാച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റോക്ക് അവന്തി ഫീഡാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് അപ്പെക്സ് ഫ്രോസൺ ഫുഡ്, അതോടൊപ്പം തന്നെ CCL പ്രോഡക്റ്റ്. എന്തായാലും ഈ ഒരു കമ്പനികളുടെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ഇടിവിൽ മിക്ക സ്റ്റോക്സും ഒരു ഇടിവ് തന്നെയാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മാർക്കറ്റിൻ്റെ ഈ ഒരു ഇടിവിലും അപ്പെക്സ് ഫ്രോസൺ ഫുഡ് 4% ഒരു വലിയ മുന്നേറ്റം ഈ ഇന്ത്യ UK FTAയുടെ ഭാഗമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറി ആൻഡ് ജെം സെക്ടറാണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ ബെനിഫിഷ്യറി ആകുന്നത് പ്രധാനമായിട്ടും ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഓഫ്കോഴ്സ് ടൈറ്റനാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് വൈഭവ് ഗ്ലോബൽ ആണ്. മൂന്നാമത്തത് ഗോൾഡിയം ഇന്റർനാഷണൽ. ഈ ഒരു സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് 2.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ടൈറ്റനിലും ഒരു നേരിയ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനിൽ, ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഓട്ടോ സെഗ്മെന്റ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓട്ടോ സെഗ്മെന്റും കൂടി പറയേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ചും ടാറ്റ മോട്ടോഴ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. JLRന്റെ വില കുറയുമോ, അതിൻ്റെ ഒരു വില കുറയുമോ എന്നായിരുന്നു ധാരാളം ക്വറീസും. അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നൊരു ചോദ്യമായിരുന്നു. പക്ഷേ നിലവിലത്തെ ഒരു എഗ്രിമെന്റ് പ്രകാരം JLRന്റെ വില കുറയില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു എഗ്രിമെന്റ് അനുസരിച്ചിട്ട് UKയിൽ, അതായത് ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു കരാർ ബാധകമാവുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ JLRന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നിൽക്കുന്നത് സ്ലോവാക്യയിലാണ്. സ്ലോവാക്യ യൂറോപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ JLRന് ഈ ഒരു കാര്യമായിട്ടൊരു കൺസെഷൻ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വിലയിലോ മറ്റു തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാകുകയില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ മറ്റ് അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ എക്സ്പാൻഷനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കൂടി അനലിസ്റ്റുകൾ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UK-യിലേക്കും ഇന്ത്യയിലേക്കും അടക്കം ധാരാളം മാർക്കറ്റ് എക്സ്പാൻഷൻ നടക്കാനും അതുവഴി സെയിൽസ് വർദ്ധിപ്പിക്കാനും ടാറ്റ മോട്ടോഴ്സിനൊരു സാധ്യത അനലിസ്റ്റുകൾ കാണുന്നുണ്ട്. ഒപ്പം സമൃദ്ധ മദേഴ്സണും ഒരു പക്ഷേ ഈ ഒരു FTA ട്രേഡ് ഒരു വലിയൊരു ബെനിഫിഷ്യറി ആയിട്ട് മാറിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സോന കോംസ്റ്റാർ പോലെയുള്ള പ്രധാന കമ്പോണൻസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ തോതിൽ ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സമൃദ്ധ മദേഴ്സൺ, ടാറ്റ മോട്ടോഴ്സ് എന്നീ രണ്ട് കമ്പനികളാണ് FTAയുടെ ഒരു ഓട്ടോ സെഗ്മെന്റിലെ ടോപ്പ് പിക്കായിട്ട് ഇപ്പോൾ അനലിസ്റ്റുകൾ കാണുന്നത്.
ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ധാരാളം പ്രേക്ഷകർ സൂരജ് സാർ എവിടെ എന്നുള്ള ഒരു കമന്റ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചില പേഴ്സണൽ ആവശ്യങ്ങളുമായിട്ട് സ്ഥലത്തില്ല, അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. ഏതായാലും ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, അതുകൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. ഏതായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവറിന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം അടുത്ത മണിക്കൂറിൽ ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.